ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളൊരു 90 കിഡ്സ് ആണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒത്തിരിയധികം നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഓടി വരുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് വീടിനോട് ചേർന്നോ അല്ലെങ്കിൽ ടെറസിൻ്റെ മണ്ടയിലോ GI പൈപ്പുകൾ വലിച്ചു കയറ്റി അതിൻ്റെ മണ്ടയിൽ മീൻമുള്ളു പോലത്തെ യാഗിയുടെ ആൻറ്റിന സ്ഥാപിച്ച കാര്യമൊക്കെ നമ്മൾ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല. ഈ ആൻറ്റിന സ്ഥാപിച്ചതിന് ശേഷം അതിലെ ബൂസ്റ്റർ നമ്മൾ കൗതുകത്തോടെ നോക്കിയിരുന്നതും അതിൽ നിന്ന് നാട പോലെയുള്ള ഒരു പച്ചയും കറുപ്പുള്ള ആ ഒരു കേബിള് നമ്മുടെ വീടിൻ്റെ താഴത്തുള്ള അല്ലെങ്കിൽ സ്വീകരണമുറിയിലുള്ള ആ ഒരു റിസീവറിൻ്റെ സൈഡിലുള്ള നമ്മുടെ ആ ബൂസ്റ്ററിലേക്ക് കണക്ട് ചെയ്തതും ബൂസ്റ്ററിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മളൊരു ബലൂൺ, അന്നത്തെ കാലത്ത് നമുക്കത് കാണുമ്പോൾ വലിയ കൗതുകമായിരുന്നു, അത് അഴിച്ചൊക്കെ നോക്കാനുള്ള ഒരു പ്രവണത. എന്നിട്ട് ആ ഒരു സാധനത്തേക്കൂടെ കണക്ട് ചെയ്തിട്ട് നമ്മൾ TV-യിലേക്ക് കൊടുക്കുകയായി. പിന്നെ പതുക്കെ ട്യൂൺ ചെയ്യുകയായി. അപ്പോൾ ട്യൂൺ ചെയ്ത് നമ്മുടെ DD4 മലയാളവും മെട്രോ ഒക്കെ വരുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. പിന്നീട് എപ്പോഴും കൗതുകത്തിൻ്റെ പുറത്ത് നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സിഗ്നൽ അല്ലാതെ വേറെ എന്തെങ്കിലും കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി ആഞ്ഞിനെ തിരിച്ച ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ വർഷങ്ങൾ നമ്മൾ ജയ് ഹനുമാനും ശക്തിമാനും ചിത്രഗീതവും ഒക്കെ കണ്ട് പോയ ഒരു കാലഘട്ടം ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിറകുടമായിട്ട് ഇങ്ങനെ തുളുമ്പി നിൽപ്പുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ 80-കൾ 90-കളൊക്കെ നമ്മൾ ആ രീതിയിലാണ് ടെലിവിഷൻ ഇൻഡസ്ട്രിയെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഈ VCR ഒക്കെ ഉണ്ടായിരുന്നു. അത് വളരെ ആഡംബരമുള്ള ഒരു വസ്തു തന്നെയായിരുന്നു VCR എന്ന് പറയുന്നത്. പിന്നെ നമുക്കൊരു 94-ലൊക്കെ ശേഷമാണ് സാറ്റലൈറ്റ് ടെലിവിഷൻ നമ്മുടെ ഇന്ത്യയിൽ വളരെ കോമൺ ആയിട്ട് വന്നു തുടങ്ങിയത്. അത് ഇന്ന് നമ്മൾ കാണുന്ന പോലെ DTHൻ്റെ ഫോമിലില്ലായിരുന്നു. വലിയ C-ബാൻഡ് ഡിഷുകളൊക്കെ വെച്ച് അത് പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്ത് ഒരു പെട്ടി പോലത്തെ ഒരു റിസീവറൊക്കെ കൊണ്ടുപോയി വെച്ചതിന് ശേഷം നമ്മൾ ഈ പറയുന്ന BBC, CNN അങ്ങനെ വിദേശ ചാനലുകളൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു കാലം. പിന്നീട് ഏഷ്യാനെറ്റ്, സൺ നെറ്റ്വർക്ക്സ് പോലുള്ള പ്രൈവറ്റ് ചാനലുകൾ ഉപഗ്രഹ സംരക്ഷണം വഴി നമ്മുടെ വീടുകളിൽ അവരുടെ വിഷ്വൽസ് എത്തിച്ചതൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട്. അപ്പോഴും നമ്മൾ നേരിടുന്ന ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു. അതായത് ഈ പറയുന്ന ഓരോ ചാനലിലും ഓരോ ദിശയിലേക്ക് നമ്മൾ ഡിഷ് ആൻറ്റിനകൾ തിരിച്ചു വെച്ച് റിസീവ് ചെയ്യുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു കോമൺ സെൻറ്റർ ഈ പറയുന്ന പല രീതിയിലുള്ള ഡിഷുകൾ ഉപയോഗിച്ച് എല്ലാ ആംഗിളിൽ നിന്നുള്ള തരംഗങ്ങളെ സ്വീകരിക്കുക, അതിനുശേഷം അതിനെ മിക്സപ്പ് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അങ്ങനെയാണ് ഈ കേബിൾ TV ഡിസ്ട്രിബ്യൂഷൻസൊക്കെ നിലവിൽ വന്നത്. അപ്പം നമുക്കൊരു നിശ്ചിത തുകയിൽ നമ്മൾ ഒരു 20-30 ചാനലൊക്കെ വീടുകളിൽ എത്താൻ തുടങ്ങി. അപ്പോൾ ഇവിടെ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ 29 ചാനലേ ഉള്ളായിരുന്നു. അപ്പോൾ ആ 29 ചാനലും കൃത്യമായിട്ട് നമ്മൾ ONIയുടെ TV-യിൽ കൃത്യം ട്യൂൺ ചെയ്തെടുത്ത് വയ്ക്കുന്നതും അതിൻ്റെ ഒരു ഫൈൻ ട്യൂണിങ്ങൊക്കെ നടത്തി നമ്മൾ കൃത്യമായിട്ട് ആ പിക്ചറൊക്കെ വയ്ക്കുമ്പം നമുക്ക് ആ ഒരു രസമുണ്ടല്ലോ, അന്നത്തെ ആ ഒരു മാനുവലായിട്ട് ഇച്ചിരി ഒന്ന് കഷ്ടപ്പെട്ട് കിട്ടുമ്പോഴുള്ള ഒരു രസം അത് വേറെ ഒന്ന് തന്നെയായിരുന്നു. അപ്പോൾ ആ കാലഘട്ടമൊക്കെ വിസ്മൃതിയിലായി. അത് വേറെ ഒരു കാര്യം. എന്തായാലും കേബിൾ TV വന്നതോടുകൂടി നമ്മുടെ വീടുകളിൽ ഈ സ്വിച്ച് ഒരു പ്രത്യേക രീതിയിൽ നമ്മുടെ ദൂരദർശൻ വേണോ കേബിൾ വേണോ എന്ന് സെലക്ട് ചെയ്യാനുള്ള ഒരു ബാൻഡ് സ്വിച്ച് അടങ്ങിയിട്ടുള്ള ഒരു ബോക്സൊക്കെ നിങ്ങളുടെ ഓർമ്മയിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ആ ഒരു സമയത്ത് എന്തെങ്കിലും സാഹചര്യത്തിൽ നമ്മുടെ കേബിൾ TV പോവുകയാണെങ്കിൽ, ഡൗൺ ആവുകയാണെങ്കിൽ നമ്മൾ നേരെ നമ്മുടെ ദൂരദർശനിലേക്ക് സ്വിച്ച് തിരിച്ചു വയ്ക്കുമായിരുന്നു. അങ്ങനെ കാലഘട്ടം മുന്നോട്ട് പോകവേ DTH സംവിധാനം നിലവിൽ വന്നു, ഡയറക്റ്റ് ടു ഹോം. അതായത് അതിന് മുമ്പ് വരെ വലിയ പൊണ്ണൻ ഡിഷ് വെച്ച് റിസീവ് ചെയ്തുകൊണ്ടിരുന്ന സിഗ്നൽ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിഷുകൾക്ക് വഴിമാറി. അപ്പോൾ അതുവരെ വളരെ ലോ ഫ്രീക്വൻസി C-ബാൻഡിൽ വർക്ക് ചെയ്തത് പിന്നെ KU ബാൻഡിലേക്കൊക്കെ സ്വിച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ സ്വിച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആൻറ്റിനയുടെ സൈസ് കുറയുമല്ലോ. അപ്പോൾ വളരെ കോമ്പാക്റ്റ് ആണ്, കൂടുതൽ മികവാർന്ന സിഗ്നലുകൾ കിട്ടും. അതുപോലെ തന്നെ വളരെ HD ക്വാളിറ്റിയിലുള്ള ഡേറ്റയാണ് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടാൻ തുടങ്ങിയത്. അപ്പം നമ്മുടെ TV-യിൽ സ്വാഭാവികമായിട്ടും ഒരു ആൾ ഔട്ടായി. ഏതാണെന്നറിയോ? നമ്മുടെ പണ്ടത്തെ RF സോക്കറ്റ്. അതിൻ്റെ ആവശ്യം വന്നില്ല. RF സോക്കറ്റുള്ള TV തന്നെ നമ്മൾ AV to RF കൺവേർട്ടർ വഴി വെച്ച് കൊടുത്തിരുന്ന കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ 2003 തൊട്ട് ഏകദേശം 2010 വരെ ടെലിവിഷൻ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ കത്തി നിൽക്കുന്ന ഒരു കാലഘട്ടം തന്നെയായിരുന്നു. ആ ഇടയ്ക്കാണ് 2G ഫോണിൽ നിന്ന് 3Gയിലേക്ക് ഒരു ചൂടുമാറ്റം സംഭവിച്ച ടെക്നോളജിയിൽ. അത് വലിയൊരു എന്താ പറയുന്നത് അച്ചീവ്മെൻറ്റ് തന്നെയായിരുന്നു. കാരണം അത്രയും നാൾ വരെ മൊബൈൽ ഫോണിൽ നമുക്കറിയാം, ഫസ്റ്റ് ജനറേഷൻ ആണെങ്കിൽ നമുക്ക് വോയിസ് കോൾ മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ജനറേഷൻ ആയിരുന്നപ്പം നമ്മുടെ Nokia 3310 ഒക്കെ തീർച്ചയായിട്ടും നമ്മൾ SMS-കൾ അയച്ചിരുന്ന കാലം, അതുപോലെ റിംഗ് ടോണുകൾ സെൻഡ് ചെയ്ത കാലം. അപ്പോൾ നമ്മുടെ ഈ 2G സാങ്കേതിക വിദ്യയോടുകൂടി നമ്മുടെ മൊബൈൽ ഫോണിൽ നെറ്റ്വർക്ക് വളരെ വ്യാപകമാവാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, 2008 ആ കാലഘട്ടത്തിലൊക്കെ നോക്കിയയുടെ N സീരീസ് മൊബൈൽ കത്തി നിന്ന കാലമായിരുന്നു. അപ്പോൾ അന്ന് പലതരത്തിലുള്ള ഫ്ലാഷ് വീഡിയോകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കണ്ടിരുന്നു. അതുപോലെ 3GP വീഡിയോ ഫോർമാറ്റുകൾ, അങ്ങനെ മൾട്ടിമീഡിയ പതുക്കെ മൊബൈലിലേക്ക് മാറാൻ തുടങ്ങി. അപ്പോഴും ടെലിവിഷൻ ഇൻഡസ്ട്രിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. കാരണം അങ്ങനെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല.
പിന്നീട് 3Gയുടെ വരവോടുകൂടി നമ്മുടെ ഈ ടെലിവിഷൻ ഇൻഡസ്ട്രിയിൽ ചെറിയ ചില മാറ്റങ്ങളുണ്ടായി. അങ്ങനെ നമ്മൾ ടി വിയിൽ നമ്മൾ കണ്ടന്റ് തിരഞ്ഞ് കണ്ടുപിടിക്കുന്നതിന് പകരം മൊബൈലിൽ നമുക്ക് ആവശ്യമുള്ള കണ്ടന്റുകൾ നമ്മളെ തപ്പി വരാൻ തുടങ്ങി. അവിടെയാണ് വലിയൊരു വിപ്ലവം നടന്നത്. നമുക്കറിയാം, ഇന്ന് ഒട്ടുമിക്ക വാർത്താ ചാനലുകളും നമ്മൾ തിരക്കേറിയ സമയത്ത് നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെയാണ്. ടി വി നമ്മൾ ഓണായി ബൂട്ട് ചെയ്ത് വരുന്ന സമയമൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യത്തില്ല. അപ്പം ഫോണിൽ കാണാൻ തുടങ്ങിയോടുകൂടി പതുക്കെ എന്താ പറയുന്നത്, ഈ പരസ്യങ്ങളിലൊക്കെ ആണെങ്കിലും ഒത്തിരി വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി. പിന്നെ നമ്മുടെ ഈ ജിയോ ഇന്ത്യയിൽ വലിയൊരു വിപ്ലവം കൊണ്ടുവന്ന് 4G ലോഞ്ച് ചെയ്തു. അന്നൊക്കെ അൺലിമിറ്റഡ് ഫ്രീ ആയിട്ട് തന്നിരുന്ന ഡേറ്റ പിന്നെ പതുക്കെ റേറ്റുകൾ കൂട്ടാൻ തുടങ്ങി. അങ്ങനെ റേറ്റുകൾ കൂട്ടി ഇന്നിപ്പോൾ നമുക്കറിയാം, ഒരു 5G പ്ലാൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 300 രൂപ കുറവുള്ള പ്ലാനുകളില്ലാന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നമ്മൾ ഡേറ്റ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും വലിയൊരു എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ടായി. അപ്പോൾ ഇതേ സമയം തന്നെ ടെലിവിഷൻ ഇൻഡസ്ട്രി ഒന്ന് അല്പം തളർന്നു. കാരണം പണ്ടത്തെ റിയാലിറ്റി ഷോയും നമ്പറുകളൊന്നും ഇപ്പോൾ ഏക്കാതെയായി. അപ്പോൾ പുതിയ പ്രോഗ്രാംസ് പ്രൊഡ്യൂസ് ചെയ്യണം, അതിൻ്റെ പരസ്യ വരുമാനം കണ്ടെത്തണം, അത് ജനങ്ങളിലേക്ക് എത്തിക്കണം. അപ്പോൾ ഇതിന് ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ പുതിയ തരത്തിലുള്ള OTT പ്ലാറ്റ്ഫോമുകൾ, പ്രത്യേക തരത്തിലുള്ള ആപ്പുകൾ, ഇതുവഴി റീചാർജ് പ്ലാനുകൾ, അപ്പോൾ അങ്ങനെയുള്ള പുതിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങ് കടന്നു വന്നു. അപ്പോൾ ഇതൊക്കെ വരുമ്പോഴും ഒരു സാങ്കേതിക പ്രശ്നം പതുക്കെ ഉടലെടുക്കാൻ തുടങ്ങി. അതായത് മില്യൺസ് ഓഫ് ആൾക്കാർ ഒരേ സമയം നമ്മുടെ ഈ 5G നെറ്റ്വർക്ക് അല്ലെങ്കിൽ 4G നെറ്റ്വർക്ക് ഉപയോഗിക്കുമ്പോൾ സിഗ്നൽ ഡ്രോപ്പ് ഔട്ട് ആവാൻ തുടങ്ങി. അതുപോലെ ബഫറിങ്, പിന്നെ നമുക്ക് അറിയാമല്ലോ, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ ഡാറ്റ എടുക്കുന്നത് വഴി ഫോണിൻ്റെ ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസ്, അങ്ങനെയുള്ള ഒത്തിരി ടെക്നിക്കൽ പ്രോബ്ലംസ് വരും. ഈ ഫോണിന് തന്നെ നല്ല രീതിയിലുള്ള പ്രോസസ്സിംഗ് പവർ യൂട്ടിലൈസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. ഇന്നത്തെ ഫോൺ അതിനൊക്കെ കേപ്പബിളാണ്. എങ്കിൽ കൂടി താങ്ങാനാവാത്ത ഒരു വില നമ്മുടെ ഈ ഡേറ്റയ്ക്ക് നമ്മൾ നൽകേണ്ടി വരുവാണ്. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് ആസ്വദിച്ചുകൊണ്ടിരുന്ന ലൈവ് ക്രിക്കറ്റ് മാച്ചൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്ലാറ്റ്ഫോം വഴി നമ്മൾ പേയ്മെൻറ്റ് നടത്തിയാൽ മാത്രമേ കാണാവൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വഴുതി വീണു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ ഗവൺമെൻറ് പുതിയൊരു പദ്ധതിയായിട്ട് നമ്മുടെ മുന്നിലെത്തുന്നത്. അതായത് ഡയറക്റ്റ് ടു ഹോം പോലെ തന്നെ ഡയറക്റ്റ് ടു മൊബൈൽ D2M എന്ന് പറയുന്ന ഒരു ടെക്നോളജി. IIT കാൺപൂറും പ്രസാർ ഭാരതിയും കൂടെ ഒന്നിച്ചിട്ടാണ്, കൊളാബറേറ്റ് ചെയ്താണ് ഈ ഒരു ടെക്നോളജി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ടെക്നോളജി ലോഞ്ച് ചെയ്ത സമയത്ത് നമ്മുടെ യൂട്യൂബ് നോക്കുവാണെങ്കിൽ പല തരത്തിലുള്ള വീഡിയോസാണ് ഇറങ്ങിയിട്ടുള്ളത്. അതായത് സിം വേണ്ട, നെറ്റ്വർക്ക് വേണ്ട, ഫ്രീ ആയിട്ട് യൂട്യൂബ് കാണാം. പക്ഷേ ഇതൊന്നുമല്ല യാഥാർത്ഥ്യം. നമ്മുടെ പണ്ടത്തെ ആ ദൂരദർശൻ്റെ അതിൻ്റെ ഒരു പുതിയൊരു സാങ്കേതിക പതിപ്പാണ് ഈ D2M എന്ന് പറയുന്ന ടെക്നോളജി. പണ്ട് നമ്മൾ ടെറസ്ട്രിയൽ കമ്മ്യൂണിക്കേഷൻ ഒരു ആൻറ്റിന വെച്ച് റിസീവ് ചെയ്ത് ബൂസ്റ്റർ വഴി നമ്മൾ സിഗ്നലിനെ ബൂസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ TV കൊടുത്ത് കണ്ടിരുന്നു. അതിൻ്റെ തന്നെ വളരെ കോമ്പാക്റ്റും എഫിഷ്യൻ്റും ആയിട്ടുള്ള ഒരു ഫോമാണ് ഇന്നത്തെ നമ്മുടെ D2M ടെക്നോളജി. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഈ ദൂരദർശനിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് VHF ആൻറ്റിനകളായിരുന്നു. UHF ഉണ്ടായിരുന്നു. എന്നാലും ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ വലിയ പടുകൂറ്റൻ ആൻറ്റിനകൾ വീടിൻ്റെ മണ്ട എടുത്ത് വയ്ക്കണം. പക്ഷേ ഇന്നത്തെ മൊബൈൽ ഫോണിൽ നമുക്ക് അങ്ങനെയൊന്നും കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പ്രത്യേക ഹാർഡ്വെയർ അഥവാ ഡോങ്കിൾ എന്ന് പറയുന്ന ഒരു ഉപകരണം നമ്മുടെ ഫോണിൻ്റെ USB പോർട്ടുമായിട്ട് കണക്ട് ചെയ്യും. കണക്ട് ചെയ്തതിന് ശേഷം ഒരു സ്പെഷ്യലൈസ് ചെയ്ത സോഫ്റ്റ്വെയർ അതിൽ നിന്ന് വരുന്ന ഡാറ്റ ഡീകോഡ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഈ ഒരു ഡോങ്കിളിൽ തന്നെ സിഗ്നൽ റിസീവ് ചെയ്യാനും അതിനെ ഡീമോഡുലേറ്റ് ചെയ്യാനും അതിനെ ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്ത് USB വഴി ട്രാൻസ്ഫർ ചെയ്യാനുള്ള പ്രത്യേക സർക്യൂട്ടറി ഉണ്ട്. പണ്ടൊക്കെ ദൂരദർശൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആൻറ്റിന എന്ന് പറയുന്നത് 300 MHz താഴെയായിരുന്നു അതിൻ്റെ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. 526 തുടങ്ങി 582 വരെ വരുന്ന ഫ്രീക്വൻസി സ്പെക്ട്രത്തിലാണ് D2M ടെക്നോളജി വർക്ക് ചെയ്യുക. അപ്പോൾ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ആൻറ്റിന അതിന് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മുടെ ഈ മൊബൈലിലെ പോലെ നമുക്കൊരു മുറിക്കകത്ത് കിടക്കുമ്പോൾ സിഗ്നലിൻ്റെ സ്ട്രെങ്ത് കുറയാനോ ഒക്കെയുള്ള സാധ്യത വളരെ കുറവാണ്. ഫ്രീക്വൻസി വളരെ കുറവായിട്ടുള്ളത് തന്നെ അതിൻ്റെ തരംഗദൈർഘ്യം കൂടുതലായിരിക്കും. വേവ് ലെങ്ത് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഭിത്തി വഴി തുളഞ്ഞു കയറി പോകാനുള്ള ചാൻസൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ടെക്നോളജിയെ ബേസ് ചെയ്തിട്ടാണ് D2M വർക്ക് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ടെക്നോളജിയെ പറ്റി ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് യൂട്യൂബ് കാണാം, റീചാർജ് ചെയ്യേണ്ട, സിം വേണ്ട. പക്ഷേ അങ്ങനെയൊന്നുമല്ല കേട്ടോ. നമുക്ക് ഗവൺമെൻറ് തരുന്ന ഫ്രീ ടു എയർ ചാനലുകൾ, അത് ലൈവ് സ്ട്രീമിംഗ് ആയിക്കോട്ടെ, OTT പ്ലാറ്റ്ഫോമിലെ പർട്ടിക്കുലർ കാര്യങ്ങളായിക്കോട്ടെ, അതെല്ലാം ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എല്ലാവരും ഒരേ സിഗ്നലാണ് റിസീവ് ചെയ്യുന്നത്. ആ ഒരു സ്ലോട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ എന്താണോ അതായിരിക്കും അവർക്ക് കിട്ടുന്നത്. അല്ലാതെ പുതിയതായിട്ട് ഒരു ഡേറ്റ അല്ല, അതായത് നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഒരു ഡേറ്റ ആയിട്ടല്ല അത് വരുന്നത്. അപ്പോൾ ഇവിടെ യൂട്യൂബുമായിട്ടോ മൊബൈലിലെ വേറൊരു ആപ്ലിക്കേഷനുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. നമ്മളൊരു സാധാരണ ഒരു TV ട്യൂൺ ചെയ്ത് റിസീവ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഫോണിൽ റിസീവ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, നമ്മുടെ ഈ ദൂരദർശൻ്റെ ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞ് നമ്മുടെ കേബിൾ TVയും DTH എല്ലാം വന്നതിന് ശേഷം പിന്നീടും ദൂരദർശൻ ഒന്ന് പൊടിതട്ടി എണീക്കാനൊരു ശ്രമമുണ്ടായി. അത് ഏത് ടെക്നോളജിയാണെന്ന് ചോദിച്ചാൽ DVB-T2 എന്ന് പറയും, ഡിജിറ്റൽ വീഡിയോ ബ്രോഡ്കാസ്റ്റിംഗ്. അതായത് ടെറസ്ട്രിയൽ കമ്മ്യൂണിക്കേഷൻ, അതായത് ഭൂതല സംപ്രേഷണം തന്നെ ഡിജിറ്റലൈസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പഴയ ആഗ്യാൻറ്റിന തന്നെ നമുക്കത് റിസീവിങ്ങിന് ഉപയോഗിക്കാം. പ്രത്യേക തരത്തിലുള്ള സെറ്റപ്പ് ബോക്സുകൾ വെച്ച് ഒത്തിരി ചാനലുകൾ നമുക്കതിൽ കിട്ടും. പക്ഷേ അതത്ര അങ്ങ് വിജയം കണ്ടില്ല എന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ അധികമൊന്നും നമ്മുടെ ഇവിടെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ D2M ടെക്നോളജി വരുമ്പോൾ പ്രധാനമായിട്ടും എന്തൊക്കെ സർവീസുകളാണ് അതിൽ ലഭ്യമാകുന്നതെന്ന് നോക്കാം.
അതിൽ ഒന്നാമതായിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് ഫ്രീ ആയിട്ടുള്ള ന്യൂസ് ചാനലാണ്. അതും വളരെ റിലയബിൾ ആയിട്ടുള്ള ഗവൺമെൻറ് സോഴ്സിൽ നിന്നുള്ള. അപ്പോൾ ഇന്നത്തെ കാലത്ത് വളരെ ഫേക്ക് ആയിട്ടുള്ള ന്യൂസൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു സമയത്ത് എന്തുകൊണ്ടും നല്ലതാണ് ആ ഒരു കാര്യം. പിന്നെ ലൈവായിട്ടുള്ള സ്ട്രീമിങ്, ഇപ്പോൾ പ്രധാനപ്പെട്ട ഇവൻറ്റുകൾ വരികയാണ്. ഇപ്പം ഇന്ത്യയിൽ തന്നെ മാച്ചുകൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ റോക്കറ്റ് ലോഞ്ചിങ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ദിവസങ്ങൾ, റിപ്പബ്ലിക് ഡേ, അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ലൈവായിട്ടുള്ള സ്ട്രീമിങ് നമുക്ക് യാതൊരു തുകയും കൊടുക്കാതെ ഫ്രീ ആയിട്ട് ഓരോ ഇന്ത്യക്കാരും കാണാൻ സാധിക്കും. ഇനി മൂന്നാമതായിട്ട് വരുന്നതാണ് എമർജൻസി മെസ്സേജുകൾ. അതായത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആയിട്ടുള്ള വെള്ളപ്പൊക്കം, അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ, ഭൂകമ്പം, ഇതൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇവാക്യുവേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക്, റൂറൽ ഏരിയയിലേക്ക് മെസ്സേജൊക്കെ അയക്കാൻ ഈ ഒരു സിസ്റ്റം എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഈ ഒരു സിസ്റ്റം നമ്മൾ ഫ്രീക്വൻസി വളരെ കുറവായതുകൊണ്ട് തന്നെ എത്ര റിമോട്ടായിട്ടുള്ള ഏരിയയിൽ പോലും വളരെ ചെറിയ സിഗ്നൽ ഉണ്ടെങ്കിൽ കൂടി അത് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധ്യമാണ്. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി ഇത് ലോഞ്ച് ചെയ്ത സമയത്ത് വളരെയധികം എതിർപ്പുകളും വന്നു, പ്രത്യേകിച്ച് ടെലികോം കമ്പനികളുടെ ഭാഗത്തുനിന്ന്. സ്വാഭാവികമാണല്ലോ. എന്തുകൊണ്ടെന്നാൽ അവരുടെ ഡേറ്റ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾ കുറഞ്ഞ ഡേറ്റ പ്ലാനിലേക്ക് മാറുമെന്നോ അവരുടെ റീചാർജിൻ്റെ കാര്യങ്ങളൊക്കെ അകത്തകിടം പറയുമെന്നുള്ള ഒരു ആശങ്കയാണ്. അപ്പോൾ അങ്ങനെ ഒരു ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്നാണ് ഗവൺമെൻറ് ഒഫീഷ്യൽസ് പറയുന്നത്. കാരണം ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് സിസ്റ്റം വരുവാണെങ്കിൽ നമ്മൾ മാസീവായിട്ടുള്ള ഡേറ്റ ഡൗൺലോഡിങ് കുറയും. അപ്പോൾ നെറ്റ്വർക്ക് ട്രാഫിക് അങ്ങനെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഫോണിൻ്റെ ഇൻറ്റേർണൽ ഹാർഡ്വെയറിൻ്റെ ഇഷ്യൂസ് വളരെയധികം കുറഞ്ഞ് കിട്ടും, ബാറ്ററി ബാക്കപ്പും കിട്ടും. അതായത് നമ്മുടെ ഫോണിൻ്റെ ഹാർഡ്വെയറിനെ അധികം നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നില്ല, പകരം നമ്മൾ എക്സ്റ്റേണൽ ഡോങ്കിൾ വഴി റിസീവിങ്ങും കാര്യങ്ങളെല്ലാം അവിടെ നന്നായിട്ട് തന്നെ നടന്നോളും. പിന്നെ അടുത്തൊരു വെല്ലുവിളിയായിട്ട് വന്നിട്ടുള്ള നമ്മുടെ മൊബൈൽ ഫോണിൽ ഇങ്ങനെയൊരു ഡോങ്കിൾ ഇപ്പോൾ എക്സ്റ്റേണലായിട്ടാണ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. ഇൻറ്റേർണലായിട്ടുള്ള ഡിവൈസുകൾ വളരെ കുറവാണ്. അതിൻ്റെ ഇനിഷ്യൽ കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. കാരണം ഇങ്ങനെയൊരു റിസീവർ അതിനകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ സ്പെഷ്യലായിട്ടുള്ള ചിപ്സെറ്റുകൾ വേണം, ആൻറ്റിന സിസ്റ്റംസ് വേണം, പിന്നെ അതുപോലെ തന്നെ ഫിൽറ്ററൊക്കെ നല്ല പക്കയായിട്ട് ഡിസൈൻ ചെയ്തെങ്കിൽ നമുക്കത് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിപ്പോഴും ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. എന്ത് തന്നെയായാലും ആ ഒരു ടെക്നോളജി വരുന്നത് വഴി വലിയൊരു വിപ്ലവം തന്നെയാണ് നമ്മുടെ ടെലിവിഷൻ ഇൻഡസ്ട്രിയിൽ സംഭവിക്കാൻ പോകുന്നത്. പണ്ടത്തെ പോലെ വലിയ പടുകൂറ്റൻ ഡിഷ് വെച്ച് ഭൂമിയിൽ നിന്ന് ഉപഗ്രഹത്തിലേക്ക് അപ്ലിങ്ക് ചെയ്ത് അവിടെ നിന്ന് വേറെ ഒരു എർത്ത് സ്റ്റേഷൻ വഴി ഡൗൺലിങ്ക് ചെയ്ത് അതിനെ വീണ്ടും പഴയ സിഗ്നലാക്കി മാറ്റുന്ന കാലഘട്ടമൊക്കെ കഴിഞ്ഞു. കോടിക്കണക്കിന് രൂപ ഉപഗ്രഹത്തിലൂടെ വാടക കൊടുക്കുന്ന ആ കാലഘട്ടവും കഴിയാറായി. ഇപ്പം ഇൻ്റർനെറ്റ് വന്നു. ഇൻ്റർനെറ്റിൻ്റെ ആ ഒരു കപ്പാസിറ്റി അതിൻ്റെ ഏറ്റവും മാക്സിമത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മുടെ ഈ പറയുന്ന പണ്ടത്തെ ഭൂതല സംരക്ഷണം വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത്. അതായത് ഇതിനകത്ത് ഉപയോഗിക്കുന്ന ടെറസ്ട്രിയൽ ആയിട്ടുള്ള പഴയ ട്രാൻസ്മീറ്റർ സിസ്റ്റം തന്നെയാണ്, അതിനൊന്ന് ഡിജിറ്റലൈസ് ചെയ്തെന്ന് മാത്രം. എന്ത് തന്നെയായാലും ഈ ഒരു സാങ്കേതിക വിദ്യയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതുപോലുള്ള ടെക്നോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ, ഇലക്ട്രോണിക്സ് ടിപ്പുകളൊക്കെ നമ്മുടെ പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സമയം കിട്ടുമ്പോൾ ഒക്കെ കണ്ടു നോക്കുക. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.